കേരള പെയിന്റിന്റെ കണ്ണൂർ ജില്ലയിലെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇരിക്കൂർ നായാട്ടുപാറയിൽ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ പെയിന്റിംഗ് സംസ്കാരം കൊണ്ടുവന്നുവെന്ന് മുൻ വ്യവസായ വകുപ്പ് മന്ത്രി പി ജയരാജൻ പറഞ്ഞു. കേരള പെയിന്റിന്റെ കണ്ണൂർ ജില്ലയിലെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇരിക്കൂർ നായാട്ടുപാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത പെയിന്റ് ഉൽപ്പാദിപ്പിക്കാൻ കേരള പെയിന്റിന് സാധിച്ചത് വലിയ ജനകീയത നൽകിയെന്നും പി പറഞ്ഞു. കെമിക്കൽ സാന്നിധ്യം കുറയ്ക്കാനായതും മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് കൂടുതൽ കവറേജ് നൽകാൻ സാധിച്ചതും കേരള പെയിന്റിന്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ യുവാക്കൾ ചേർന്ന് ആരംഭിച്ച സ്റ്റാർട്ടപ്പ് നമ്മുടെ നാട്ടിലെ നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന പ്രസ്ഥാനമായി മാറിയതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ പ്രമുഖ വ്യവസായി കെ വി മർസു ഹാജിക്ക് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കേരള പെയിന്റ്സ് മാനേജിംഗ് ഡയറക്ടർ പി മിഥുൻ അധ്യക്ഷനായി. കേരള പെയിന്റ്സ് ചെയർമാൻ ജോസഫ് ലിജോ, കേരള പെയിന്റ്സ് കണ്ണൂർ ഫ്രാഞ്ചൈസി മാനേജിംഗ് ഡയറക്ടർ സിറാജുദ്ദീൻ എം, ചെയർമാൻ അയൂബ് കെ, മനോജ് മാസ്റ്റർ, കെ കുഞ്ഞിക്കണ്ണൻ, സി മനോജ്, പി അഷറഫ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പെയിന്റ് കടകളിലേക്കും ഹാർഡ്വെയർ ഷോപ്പുകളിലേക്കും കേരള പെയിന്റ് ഉൽപ്പന്നങ്ങൾ നൽകുന്നത് ഈ ഔട്ട്ലെറ്റിൽ നിന്നാണ്. ഒപ്പം സാധാരണക്കാർക്ക് നേരിട്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങാം. ആവശ്യമുള്ളവർക്ക് ഹോം ഡെലിവറിയും ലഭിക്കും. ഒരുപാട് കാലത്തെ അനുഭവങ്ങളിലൂടെ ഗവേഷണം നടത്തി ആധുനിക കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പെയിന്റ്സ് നിർമ്മിച്ചുകൊണ്ട് കേരളത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അവരുടെ പ്രധാന ഉൽപ്പാദന കേന്ദ്രം എറണാകുളത്താണ്. എറണാകുളത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ സെൻ്ററാണ്. ഇനി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റ്സ്, വിൽപ്പന കേന്ദ്രങ്ങൾ അവർക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. ഈ ആധുനിക കാലഘട്ടത്തിൽ പെയിൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 25 വർഷക്കാലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വീടുകൾ. ആ വീടുകളെല്ലാം പൊതുവെ കേരളത്തിൽ വൃത്തിയിലും വെടിപ്പിലുമാണ് വീടുകൾ നിർമ്മിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിനം പ്രതി നമ്മളുടെ ആരോഗ്യം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളുടെ ആശുപത്രി സംവിധാനങ്ങൾ ഡെവലപ്പായി, എല്ലാ സംവിധാനങ്ങളും നമുക്ക് എല്ലാ പഞ്ചായത്തിലും PHC, ജില്ലാ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, ഇതെല്ലാം ഉള്ളപ്പോഴും എല്ലാ വീട്ടിലും രോഗികളാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഡെവലപ്പ് ആകുന്നതിനോടൊപ്പം തന്നെ ഓരോ മനുഷ്യരും സ്വന്തം ആരോഗ്യത്തിൽ എന്താണ് എന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ശരിക്കും പെയിന്റിൽ നിന്നുള്ളൊരു പോയിസന്റെ അംശം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ജൈവകൃഷി പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കേരളത്തിലുടനീളം കർഷകർക്ക് ജൈവകൃഷി ട്രെയിനിങ് കൊടുക്കുക, അവരെ ജൈവകൃഷിയിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യുന്ന ഒരു വലിയ കൂട്ടായ്മയാണ്. അതിൻ്റെ കൂടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു വലിയ അസോസിയേഷൻ രൂപീകരിച്ചു. അവിടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഒരു പ്രധാന വിഷയം. അതിൻ്റെ കീഴിൽ ഒരു സമഗ്ര ചികിത്സാ കേന്ദ്രം തൃപ്പൂണിത്തുറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അലോപ്പതി, സിദ്ധ, ആയുർവേദ എല്ലാ ഡോക്ടർമാരും ഉണ്ട്. എല്ലാ ചികിത്സകളും അവിടെ ലഭ്യമാണ്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അവിടെ വരുന്നത് ഏറ്റവും കൂടുതൽ കരള് പോയ ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും കരള് പോയ ആൾക്കാരെന്ന് പറയുമ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരാണെന്നാണ്. പക്ഷേ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പെയിന്റിംഗ് തൊഴിലാളികളാണ്. രണ്ടാമത് മദ്യപാനികളും, മൂന്നാമത് പൂജാരികളും. ഈ പൂജാരികൾക്ക് എങ്ങനെ ഇത് വന്നു എന്ന് അന്വേഷിച്ച് പോയപ്പോൾ ഉപയോഗിക്കുന്ന സാമ്പ്രാണി മുതൽ കർപ്പൂരം ഉൾപ്പെടെ എല്ലാ സാധനത്തിലെയും കെമിക്കൽ ഇത് ശ്രീകോവിലിനകത്തിരുന്ന് വലിച്ചിട്ടാണ് ഇവരുടെയൊക്കെ കരൾ പോയത്. പെയിന്റർമാർക്ക് പറ്റിയ കുഴപ്പമെന്ന് പറയുന്നത് പെയിന്റിന്റെ ഏറ്റവും ദൂഷ്യവശം എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരെന്നും പെയിന്റ് ബക്കറ്റ് തുറക്കുന്നു, എന്നും പെയിന്റ് ഇൻഹെയിൽ ചെയ്യുന്നു. രണ്ടാമതാണ് മദ്യപാനികളുടെ എണ്ണം വന്നത്. അപ്പോൾ ഒരു പെയിന്റർക്ക് ഒരു 50-60 വയസ്സാകുമ്പോൾ പിന്നെ ഒരു തൊഴിലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അയാളുടെ ആരോഗ്യം പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെയിന്റ് നമ്മുടെയും ആരോഗ്യം കളയുന്നുണ്ട്. അപ്പോൾ പായൽ പിടിക്കാതിരിക്കാൻ, പൂപ്പൽ പിടിക്കാതിരിക്കാൻ ഒരുപാട് ആന്റി ഫംഗൽ അഡിറ്റീവ് ചേർത്ത് വരുന്ന എക്സ്റ്റീരിയർ പെയിന്റ് തന്നെ പലരും വീടിനുള്ളിൽ അടിക്കാറുണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു 2 ആഴ്ച വീട് അടച്ചിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിറച്ച് പൊടി കാണുന്നത് അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടി മാത്രമല്ല, അതിലൊരു വലിയ ഭാഗം ഈ പെയിന്റിന്റെ പൊടിയും കൂടെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ മരുന്നൊക്കെ കഴിച്ച് സുഖമായിട്ട് വീട്ടിലിരിക്കുമ്പോഴും 24 മണിക്കൂർ ഈ പൊടി വലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളിൽ പോലും ഇന്ന് ശ്വാസകോശ രോഗങ്ങൾ, ഇവർ പുക വലിക്കുന്നില്ല, പുറത്തു പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പെയിന്റിനകത്തോടെ വരുന്ന കെമിക്കലാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ഒരു പോയിസൺ ഫ്രീ ആയിട്ടുള്ള പെയിന്റ് ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു അന്വേഷണമാണ് കേരള പെയിന്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തുടങ്ങാനുള്ളൊരു കാരണം. അപ്പോൾ 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെയിന്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് ഞങ്ങൾ ഒരു വലിയ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെയിന്റ് 100% റെഡിയായി ഒരു 2-3 മാസത്തിനുള്ളിൽ അതിൻ്റെ 2-3 ടെസ്റ്റ് റിപ്പോർട്ടുകളിലൂടെ വന്നു കഴിഞ്ഞാൽ
100% ഓർഗാനിക് പെയിന്റ് നമുക്ക് തരാനായിട്ട് പറ്റും. ഓരോ വീട്ടിലും ബെഡ്റൂമിലെങ്കിലും അത് തീർച്ചയായിട്ടും അടിക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്ന മുഴുവൻ പെയിന്റുകളും പോയിസൺ ഫ്രീ ആണ്. അതായത് ഒരു ICUവിൽ എങ്ങനെയൊക്കെ പെയിന്റ് ചെയ്യാൻ പറ്റുമോ ആ ക്വാളിറ്റിയിലുള്ള പെയിന്റ്. അപ്പോൾ ഈ പെയിന്റ് കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനും ദോഷം വരില്ല എന്ന് നമുക്ക് 100% ഉറപ്പ് തരാനായിട്ട് പറ്റും. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.